ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബഫർ ടൈം ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ്റെ സ്പെഷ്യൽ ഡിഷാണ് ചിക്കൻ സുക്ക. ചിക്കൻ സുക്ക എന്ന് പറഞ്ഞാൽ ചിക്കൻ സെമി അല്ലെങ്കിൽ ഡ്രൈ ഗ്രേവി. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സെമി ഗ്രേവി ഫോമിലുള്ള ചിക്കൻ സുക്കയാണ്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട്. ചിക്കൻ സുക്ക എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ചില്ലി പൗഡർ ഒരു 3 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ മതി. ഒരുപാട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ ടേസ്റ്റ് നമുക്ക് ഒരുപാട് വ്യത്യാസം വരും, അത് വേണ്ട. പിന്നെ വെളുത്തുള്ളി, അതിൻ്റെ കൂടെ തന്നെ ജിഞ്ചർ, ഇഞ്ചി, ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചൊരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതാണ് നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉപ്പാണ്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിൻ്റെ കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഈ കറിക്കൂട്ടെന്ന് പറഞ്ഞ് നമ്മൾ കടയിൽ എല്ലാ സ്പൈസസും കൂടെ മിക്സ് ചെയ്ത്. പിന്നെ ഉള്ളി ഒരു 3 വലിയ ഉള്ളി, ഇത് നമ്മളിത് അരിഞ്ഞ് സ്ലൈസസ് ആക്കി എടുക്കണം നമുക്കിനി. അതിനൂടെ കറിവേപ്പില ആവശ്യത്തിന്, ഞാനിവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ സവോള നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത ശേഷം ഒരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനെ ഒരു നല്ല ബ്രൗൺ കളറാകുന്ന വരെ നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഞാൻ ഈ ഉള്ളി പാനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റ്, ഒരു 7 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും അത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടും. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ കളറ് ബ്രൗൺ ആക്കി കിട്ടാൻ അത് എളുപ്പമുണ്ട്. അതിപ്പോൾ ഏകദേശം നമുക്കതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ആഡ് ചെയ്യാം. ചില്ലി പൗഡർ ആഡ് ചെയ്തു, നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ. പിന്നെ ഗരം മസാല 1 ടേബിൾ സ്പൂണേ ഞാനിവിടെ ആഡ് ചെയ്യുന്നുള്ളൂ, അത് മതിയാവും. നമുക്ക് ആവശ്യത്തിന് 1 കിലോ ചിക്കന് അത് മതിയാവും. പിന്നെ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നത് പോലെ ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂണേ ഞാനിവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചിരുന്നതാണ് നേരത്തെ, അതിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചിക്കനിലേക്ക് ആഡ് ചെയ്യുക. 1 കിലോയ്ക്ക് ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ കറി ലീവ്സും. അതുപോലെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഉള്ളി, നമ്മൾ ആ കുക്ക്ഡ് ഓനിയൻ, സ്ലൈസ്ഡ് ഓനിയൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പേസ്റ്റ് എല്ലാത്തിലും, അതായത് ആ പൊടികളൊക്കെ എല്ലാ ചിക്കൻ പീസിലും ഒന്ന് നന്നായിട്ട് പരളുന്ന രീതിയിൽ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതിനെ ഏകദേശം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെയിറ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു, എല്ലാം റെഡി ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമുക്കിനി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാനിലേക്ക് ഒഴിക്കാം. 2 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂൺ ആയാലും മതി. നിങ്ങൾ ഓയിൽ ഓൾറെഡി ചിക്കനിൽ ആഡ് ചെയ്തുകൊണ്ട് അത് കുഴപ്പമില്ല. എന്നിട്ട് എണ്ണ ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ പരട്ടി വെച്ചിരുന്ന ആ ചിക്കനെ എടുത്ത് ആഡ് ചെയ്ത് പാനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. എണ്ണയിൽ അതൊന്ന് നന്നായിട്ട് വഴറ്റി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ആ പാനിൻ്റെ ലിഡ് അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതൊന്ന് നന്നായിട്ട് പരുവാകുന്നവർ ഈ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി അത് തന്നെ കുക്ക് ചെയ്യണം. നമ്മൾ വേറെ അഡീഷണൽ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുക. ആ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ ഒരു ബ്രൗൺ കളറിലേക്ക് ആ ചിക്കൻ മാറും. അതുവരെ ഇപ്പം നിങ്ങൾക്ക് കാണാം, വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചിക്കൻ്റെ കളർ ഒരു ചെറിയ ബ്രൗൺ കളറിലേക്ക് മാറി. അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ചിക്കൻ ഏകദേശം ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്കതിനെ ഓപ്പൺ ആക്കി വെച്ച് ലിഡ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്യുക. നമുക്കൊരു സെമി ഗ്രേവി ഫോമിലെത്തുമ്പോൾ തീ ഓഫ് ചെയ്ത് നമുക്ക് അത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുള്ള അടിപൊളി ചിക്കൻ സുക്കയാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. താങ്ക് യു.